ശബരിമലയിലുണ്ടായ സംഭവത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കി ഇടപെട്ട ഗവൺമെൻറ്റാണ് കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്. ഞങ്ങൾ അന്നു മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരെല്ലാം ഇതിൻ്റെ പിന്നിലുണ്ടോ അവരെല്ലാം നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. ആര് എന്ന പ്രശ്നമില്ല, ആരെയും സംരക്ഷിക്കുകയില്ല. ഒരു തരി സ്വർണം അയ്യപ്പൻ്റെ നഷ്ടപ്പെടാൻ പാടില്ല എന്ന നിലപാടാണ് ആദ്യം മുതലേ ഞങ്ങളെടുത്തത്. അത് ജനങ്ങൾക്ക് വിശ്വാസമുണ്ട്. അല്ലാതെ പണ്ട് കാലത്ത് ചെയ്ത രീതിയിലേക്ക് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതാണ് ആ പ്രശ്നങ്ങളെല്ലാം. ഗുരുവായൂരിൻ്റെ പ്രശ്നങ്ങളൊക്കെ കിട്ടിയില്ല എന്നുള്ള വസ്തുവല്ലേ, വസ്തുതാപരമല്ലേ, പരിശോധിക്കട്ടെ. അവിടെ ഒരു ചെറിയ കഷ്ണം മാത്രമേ കിട്ടിയുള്ളൂ, ബാക്കിയെല്ലാം ഇവിടെ പോയി. ബാക്കിയിൽ ഇവർ കേട്ടു അതിൻ്റെ അർത്ഥം. അവർ പറയട്ടെ, കിട്ടാത്തത് ഇവിടെ പോയി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയട്ടെ. അത് കൃത്യമായിട്ട് ഒരു ചാനലിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. ഇത്ര നഷ്ടപ്പെട്ടു, അതിന് കിട്ടിയത് ഇത്രയാണെന്ന്. ബാക്കി അവിടെ പോയി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കാലത്ത് ശബരിമലയിൽ നഷ്ടപ്പെട്ടിട്ടുള്ള സ്വർണം തിരിച്ചു പിടിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ടാണ് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞത്, ഒരു തരി സ്വർണം നഷ്ടപ്പെടാൻ പറ്റില്ല. അതുപോലെ ആരാണോ കുറ്റവാളി, അവിടെ രണ്ട് പ്രധാനപ്പെട്ട പൂജാരിമാരെയാണ് പ്രതിയാക്കിയത്. അവരായിരുന്നില്ല എന്ന് പിന്നീട് അത് വ്യക്തമാക്കുകയും ചെയ്തു. ഏഷ്യാനെറ്റ് തന്നെ അത് കൃത്യമായിട്ട് ഒരു സ്റ്റോറിയായിട്ട് തന്നെ അവതരിപ്പിച്ചു. അതിനുശേഷം പുനരന്വേഷണം വന്നു. അന്വേഷണത്തിന് കൃഷ്ണനുണ്ണി എന്ന് പറയുന്ന ജസ്റ്റിസിനെ ചുമതലപ്പെടുത്തി. അവർ ഫലപ്രദമായിട്ട് പരിശോധിച്ചു. അഴിമതി പൂർണ്ണമായിട്ടും കണ്ടെത്തി. ഉരുകുട്ടി അഴിമതികൾ അതിന്റെ ഭാഗമായിട്ട് കണ്ടെത്തി. പക്ഷേ സ്വർണം കണ്ടെത്താനായിട്ടില്ല, ഒന്നും കണ്ടില്ല. ഇതാ സംഭവം. അപ്പോൾ അവർ ഈ പറയുന്നത് ന്യായമായ രീതിയിലുള്ള ഫലപ്രദമായ രീതിയിലുള്ള ഒരു അന്വേഷണം അന്ന് നടന്നില്ല. ഇന്ന് അന്വേഷണം നടക്കുന്നത് ഫലപ്രദമാണ്. ആരായാലും അവർക്കെതിരായ നിലപാട് സ്വീകരിക്കും. ഒരാളെ സംരക്ഷിക്കുന്നു. പത്മകുമാർ ജയിലിലല്ലേ? പാർട്ടി ആവശ്യമായ നടപടി സ്വീകരിക്കും ഞാൻ പറഞ്ഞില്ലേ. പിന്നെ അതിനെ മേലെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടെന്ന നിങ്ങൾ നോക്കണ്ട. നിങ്ങൾക്ക് എന്താ താല്പര്യമില്ലല്ലോ, പാർട്ടിക്ക് താല്പര്യപ്പെടുന്നു. ഞങ്ങളല്ലേ നിലപാട് സ്വീകരിക്കേണ്ടത്. ഇനിയിപ്പോ എന്താ സംരക്ഷിക്കാനും ജയിലിൽ കിടക്കുന്ന ആളെ വേറെ എന്ത് സംരക്ഷിക്കാനാ? ഞങ്ങളെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി സംഘടനാപരമായ നിലപാട് സ്വീകരിക്കും. പോരെ, അത് കുറേ നീണ്ടോട്ടെ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അന്വേഷണമൊക്കെ തീരട്ടെ, അപ്പൊ നോക്കാം. കോൺഗ്രസ് എടുത്ത നിലപാട് ഞങ്ങൾ എടുക്കാൻ പോകുന്നില്ല. കോൺഗ്രസ് ആളെ പറ്റിക്കാൻ വേണ്ടി നടപടി എടുക്കുക, എന്നിട്ട് ഉള്ളിലൂടെ ആളെ പറക്കിപ്പിക്കുക. ഇപ്പോഴും പുറത്താക്കുന്ന നടപടി എടുക്കുക, എന്നിട്ട് ഉള്ളിൽ കൊണ്ടുവരാൻ വേണ്ടി നിലപാട് സ്വീകരിക്കുക. ആ സമയത്തും ഞങ്ങൾ പോയില്ല. ഞങ്ങൾ കൃത്യമായ നിലപാടുണ്ട്. അതൊക്കെ ഞങ്ങൾ തീരുമാനിക്കും. ഞങ്ങൾ അത് ഇന്നാന്നൊന്നുമല്ല, കൃത്യമായ അന്വേഷണം പൂർത്തിയാവട്ടെ. ഇപ്പോഴും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ചോദ്യം ചെയ്യലും അന്വേഷണവും നടന്നുകൊണ്ടിരിക്കുന്ന ഈ അന്വേഷണം പൂർത്തിയാകുന്ന മുറക്ക് നമുക്ക് നിലപാട് സ്വീകരിക്കാം. അന്വേഷണത്തിന് പൂർണ്ണമായ സംതൃപ്തി.